ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും. വിശ്വസ്തതയുടെ പര്യായമായ ചേലക്കര ജീവോദയ മിഷൻ ആശുപത്രിയിൽ 7ലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു. കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി, ലാബ്, എക്സ്റേ, അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട്. അത്യാധുനിക അൾട്രാസൗണ്ട്, 2D എക്കോ, ഓഡിയോമെട്രി, ECG, EMG, സ്ലിപ്പ് ലാബ്, സ്പൈറോമെട്രി, PFT, TMT തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക ആംബുലൻസ്, ICU ആംബുലൻസ് സേവനവും ലഭ്യമാണ്. അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ആടുകൾ നഷ്ടപ്പെട്ട് ദുരിതത്തിലായ ലക്ഷ്മിക്കുട്ടിയമ്മയുടെ കണ്ണീരൊപ്പി. പുതിയ ആടുകളെ വീട്ടിലെത്തിച്ച് മാതൃകയാവുകയാണ് ഒരു നാടും പ്രവാസലോകവും. ചേലക്കര തൊഴുപ്പാടം കൊല്ലംതൊടി ലക്ഷ്മിക്കുട്ടിയമ്മയുടെ വീട്ടിൽ ഇന്ന് സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു ലക്ഷ്മിക്കുട്ടിയുടെ ഉപജീവന മാർഗമായ 4 ആടുകൾ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ചത്തത്. രാവിലെ തീറ്റ നൽകാൻ എത്തിയപ്പോഴാണ് തന്റെ ആകെയുള്ള സമ്പാദ്യം നഷ്ടപ്പെട്ട ദാരുണമായ കാഴ്ച ലക്ഷ്മിക്കുട്ടി കണ്ടത്. വർഷങ്ങളായി ആട് വളർത്തലിലൂടെ കുടുംബം പുലർത്തിയിരുന്ന ലക്ഷ്മിക്കുട്ടി ഇതോടെ വലിയ പ്രതിസന്ധിയിലായിരുന്നു. എന്നാൽ ഈ വാർത്തയറിഞ്ഞ പാഞ്ഞാൾ പഞ്ചായത്ത് മെമ്പർ PM മുസ്തഫയും നാട്ടുകാരും ഉടൻ തന്നെ സഹായവുമായി രംഗത്തെത്തുകയായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ലക്ഷ്മിക്കുട്ടി കൊല്ലംതൊടിയുടെ ഏക വരുമാന മാർഗമായ 4 ആടുകളെ ഏതോ വന്യമൃഗ ജീവികൾ കടിച്ചു കൊന്നത്. ആ വിവരം കേട്ടപ്പോൾ ഞങ്ങൾ കാലത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നു. കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി, മാനസികമായ വിഷമം തോന്നി ഞങ്ങൾക്കൊക്കെ. കാരണം അവരുടെ ഏക ഉപജീവന മാർഗമാണ് ആട്. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഈ ആടിനെ നോക്കി ജീവിച്ച് വരുമാന മാർഗം കൊണ്ടാണ് അവർ ജീവിച്ചു വന്നിരുന്നത്. ചെറുപ്പം തൊട്ടേ ഞങ്ങൾക്ക് അത് അറിയാവുന്ന കാര്യമാണ്. ആ മനസ്ഥിതി, ആ വിഷമം മനസ്സിലാക്കിയപ്പോൾ ഞങ്ങളുടെ ഒരു പ്രവാസി സുഹൃത്ത്, അദ്ദേഹം ഒരുപാട് ജീവകാരുണ്യ മേഖലയിൽ ഈ പ്രദേശത്ത് നിസ്തുലമായ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി അറിഞ്ഞപ്പോൾ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു, അവരുടെ കുടുംബത്തിൻ്റെ പ്രയാസത്തിൽ നമുക്കും ഭാഗമാവാം, നമുക്കും എന്താണ് നമ്മളെ കൊണ്ട് സാധിക്കുന്നത് അത് ചെയ്യാമെന്ന് അറിയിച്ചപ്പോൾ വലിയ ആഹ്ലാദവും വലിയ സന്തോഷം ഞങ്ങൾക്ക് തോന്നി. ആ സന്തോഷത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടിയാണ് ഞങ്ങളൊക്കെ ഇവിടെ എത്തിച്ചേർന്നുള്ളത്. നമുക്കറിയാം, ഏതോ ഒരു വന്യമൃഗമാണ് ഒറ്റ കടിച്ചു കൊന്നത്. കഴുത്തിൻ്റെ ഭാഗത്താണ് രക്തം ഊർന്നിട്ടാണ് അവർ ചത്തുപോയത്. വലിയ മനസ്സ് ഞങ്ങളെ കണ്ണീരാഴ്ത്തി. ഞങ്ങളൊക്കെ അത്ര വിഷമം തോന്നി ഞങ്ങൾക്ക് കണ്ടപ്പോൾ. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു സഹായദൂതമായി അദ്ദേഹത്തിൻ്റെ ശബ്ദം ഞങ്ങളുടെ വാട്സപ്പിലേക്ക് എത്തിച്ചേർന്നത്. അത് വലിയ അഭിമാനത്തോടു കൂടി ഞങ്ങൾ സ്വീകരിക്കുന്നു. ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്നതോടൊപ്പം അവരുടെ സന്തോഷത്തിൽ ഞങ്ങൾക്ക് പങ്കുചേരാൻ സാധിച്ചു എന്നുള്ളത് ചാരിതാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. ഒരു പ്രവാസി മലയാളി നൽകിയ വലിയ സാമ്പത്തിക സഹായവും നാട്ടുകാരുടെ കൂട്ടായ്മയും ചേർന്നതോടെ 4 പുതിയ ആടുകളെ വാങ്ങുകയും അവയെ ഇന്ന് ലക്ഷ്മിക്കുട്ടിയമ്മയ്ക്ക് കൈമാറുകയും ചെയ്തു. കഴിഞ്ഞ വെള്ളിയാഴ്ച എൻ്റെ 4 ആടുകൾ എന്താണ്ടാ സംഭവിച്ചെന്നറിയില്ല. എങ്ങനെ ഇതിൻ്റെ സന്തോഷം പറയണ്ടെന്ന് അറിയണില്ല. ആരായാലും അവർക്ക് ദീർഘായുസ്സിട്ട് കൊടുക്കട്ടെ. ഞങ്ങൾക്ക് നന്മ ചെയ്ത ആളെ അറിയില്ല എങ്കിലും ഞങ്ങളുടെ എന്നും 1000 പ്രാർത്ഥനകളുണ്ടാവും. ഞങ്ങൾക്ക് ഇത് ദുഃഖം തീർത്തതല്ല, ഞങ്ങൾക്കൊരു നിധി കിട്ടിയ പോലെയാണ് ഇപ്പത്. ഇരിക്കാൻ വീടില്ല, കുടിക്കാൻ കഞ്ഞില്ലാത്തൊരവസ്ഥയാണ് എനിക്ക്. അതിലിപ്പോൾ വലിയൊരു നിധി കിട്ടിയ പോലെ ഞങ്ങൾക്ക് ചെറുത് കിട്ടിയതെന്നല്ല എനിക്ക് തോന്നുന്നത്, വലുത് കിട്ടിയത് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഒന്നില്ലെങ്കിൽ നേരവും അല്ലെങ്കിൽ എൻ്റെ ഭാഗ്യം പോലെ ഇരിക്കും. പക്ഷെ ഈ തന്ന ആൾക്ക് ദീർഘായുസ്സും സമ്പത്തും കോടിക്കണക്കിന് വരട്ടെ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കും, ഇന്ന് മുതൽ. കാരണം എനിക്കറിയില്ല ആളെ, അതുകൊണ്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കും. മെമ്പർ മുസ്തഫയ്ക്കൊപ്പം റസാഖ് വാഴാലിപ്പാടം, താഹിർ, ചേലക്കര മണികണ്ഠൻ, കൃഷ്ണൻ, ഹംസ, പള്ളത്ത് യൂസഫ്, CS ബഷീർ, സുന്ദരൻ, മുഹമ്മദ്, ഉണ്ണിക്കുട്ടൻ, അബൂബക്കർ MS തുടങ്ങിയവർ ചേർന്നാണ് ആടുകളെ വീട്ടിലെത്തിച്ചത്. ഇവിടെ ഇപ്പോൾ മെമ്പർ പറഞ്ഞ പോലെ ഒരു ജീവിതമാർഗമായിരുന്നു ഈ ചേച്ചിക്ക് ആടുകൾ. പക്ഷെ അത് ഏതോ ജീവികൾ ആക്രമിച്ച് അവരുടെ ആ ഉപജീവന മാർഗം നഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും സങ്കടം ഉണ്ടായി. ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ സ്ഥിതി ഭയങ്കര മോശമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ എനിക്ക് ഏറ്റവും കരുത്ത് നൽകിക്കൊണ്ടിരിക്കുന്നത്, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, ഒഴിച്ചുകൂടാൻ പറ്റാത്ത എൻ്റെ ഒരു സഹോദര തുല്യൻ. അദ്ദേഹം പ്രവാസിയാണ്. അദ്ദേഹത്തിന് ഈ മെസ്സേജ് ഇട്ടെടുത്തപ്പോൾ തന്നെ അടുത്ത നിമിഷം തന്നെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കിവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് ഞങ്ങളുടെ
താഹിർക്കയാണ്. താഹിർക്കാനോട് വിളിച്ചു പറഞ്ഞപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇന്ന് ഞങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് അത് ഞങ്ങൾ വാങ്ങി. അവർക്ക് നഷ്ടപ്പെട്ടു പോയ അതേ എണ്ണം നമ്മളിപ്പോൾ അവരെ ഏൽപ്പിക്കുകയാണ്. അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, തിരിച്ച് ഞങ്ങൾക്ക് ഒരു സാമ്പത്തികമോ അങ്ങനെ ഒന്നുമല്ല. ഈ സഹായം നൽകിയത് ആരാണെന്ന് അവർക്കും അറിയില്ല, നൽകിയ ആൾ ഇവരെ അറിയില്ല. അപ്പോൾ ഇവർക്ക് ഇവരുടെ പ്രാർത്ഥനയിൽ എന്നും അദ്ദേഹത്തിന് വരുമാനം ഉണ്ടാകുന്നതിനും ഇതേപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് സഹായങ്ങൾ ചെയ്യാനുള്ള കരുത്തും സമ്പത്തും അദ്ദേഹത്തിന് ഉണ്ടാവാൻ എപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം. അത് മാത്രമേ ഉള്ളൂ. ഈ ഒരു മെസ്സേജ് അദ്ദേഹത്തിന് ഇഷ്ടമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ഒരു മെസ്സേജ് കൊണ്ട് ഇനി അടുത്തൊരാളുകൾക്ക് ഒരു ജീവകാരുണ്യ പ്രവർത്തനം വേറെ ആർക്കെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അതൊരു കരുത്താകട്ടെ എന്ന് കരുതിയുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു പരിപാടി തന്നെ നമ്മൾ ചെയ്തത്. ന്യൂസ് ഡെസ്ക് CCV.